Hi friends, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു ബോട്ട് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ഇതുപോലെ ഒരു കാർഡ്ബോർഡ്, അതുപോലെ ഒരു സ്കെയിൽ, ഒരു പെൻസിൽ. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബോട്ടിൻ്റെ അടിഭാഗത്തെ രൂപം നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് സ്കെയിലിൽ അളവ് എടുത്തിട്ട് തന്നെ വരക്കുക. ഞാനിപ്പോൾ എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററാണ് ഞാൻ അളവെടുത്തേക്കുന്നത്. അപ്പം ഇവിടെ 10 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരളവിൽ വരക്കുക. അതുപോലെ ഈ സൈഡും അതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇനി വേണ്ടത് ഒരു ഷേപ്പിലേക്ക് ഇത് ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ ഒരു ഷേപ്പിലേക്ക് അളവെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യിക്കുന്നുണ്ട്. രണ്ട് സൈഡും അതുപോലെ ബെൻഡ് ചെയ്യുക. അത് ഒരേ അളവിൽ തന്നെ ബെൻഡ് ചെയ്യിക്കണം. അതിനുശേഷം ഈ ഭാഗം ഇതാക്കിയെടുക്കുക. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ഒട്ടിക്കാൻ വേണ്ടി ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി 2 ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഏകദേശം ഇതുപോലുള്ളൊരു പീസാണ്. ഇത്ര വലിപ്പം മതിയാവും. അതായത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത്. ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ 2 വശത്തും ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഇവിടെ വെക്കുമ്പോൾ ഇതിൻ്റെ ഈ 2 സൈഡിലും ചെറിയൊരു ഹോൾസ് വേണം. ഹോൾസ് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്കൂടി ചെറിയൊരു കമ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി 2 സൈഡും ഒരേ അളവിൽ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കോമ്പസാണ് എടുത്തിട്ടുള്ളത്. കോമ്പസ് എടുത്തിട്ട് ആ പോയിന്റിൽ ചെറുതായിട്ടൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കാൻ പോകുന്നത്. ഫെവിക്കോൾ വെച്ച് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു പീസും കൂടി ഇതിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടും. ഏകദേശം ബോട്ടിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലുള്ള 2 മൂടി എടുക്കുക. മൂടി എടുത്തിട്ട് നമ്മൾ ഏകദേശം ഈ 4ആയിട്ട് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ലാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാക്കിയിട്ടാണ് ഉരുക്കിയെടുക്കാൻ പോകുന്നത്. ഇത് ചൂടാക്കുക ആദ്യം. ഓക്കെ, ചൂടാക്കിയതിന് ശേഷം ഇത് 4ആയിട്ട് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉരുക്കിയെടുക്കുമ്പോൾ ഏകദേശം ഈ രൂപത്തിലാണ് കിട്ടുക. എല്ലാ ഭാഗത്തും ഇതുപോലെ വിടവ് കിട്ടും. ഏകദേശം 6 എണ്ണം വെച്ചാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 12 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പീസുകളെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ഇതുപോലെ ചെറിയൊരു പീസാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളുടെ ബോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് കറങ്ങുമ്പോൾ ഈ റബ്ബർ ബാൻഡ് ഫുള്ള് തിരികുകയും അത് മൊത്തത്തിൽ കറങ്ങി നിൽക്കുകയും പിന്നെ നമ്മളത് വിടുമ്പോൾ ഈ ബോട്ട് ചലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കൊരു കുളത്തിലേക്ക് പോകാം. കുളത്തിൽ പോയി നമുക്കിത് വെച്ച് നോക്കാം. നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. നേരെ നമ്മുടെ കുളത്തിലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു കിടിലൻ വീഡിയോ നമുക്ക് അടുത്ത ദിവസം കണ്ടുവിട്ട് അതുവരെ ഗുഡ് ബൈ. ഈ ഒരു ചെറിയൊരു കൊച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്